ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. പ്രതിജ്ഞകൾ ചൊല്ലുന്നവരാണ് നമ്മളൊക്കെ. സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പ്രതിജ്ഞ ചൊല്ലി തുടങ്ങിയവരാണ് നമ്മൾ. പലപ്പോഴും പലരും പല ദിവസങ്ങളും പ്രതിജ്ഞകളോടുകൂടിയാണ് തുടങ്ങുക. പ്രതിജ്ഞ ചൊല്ലുമ്പോൾ എന്താണ് നമ്മിൽ സംഭവിക്കുന്നത് എന്നതാണ് ഇന്നത്തെ പ്രമേയം. ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഹോൾ ഹാർട്ടഡ് പ്ലഞ്ചസ് ഗിവ് ഡിറക്ഷൻ ആൻഡ് സ്ട്രെങ്ത് ടു അവർ റൈറ്റിയസ് പാത്ത്. പ്രതിജ്ഞകൾ ഹൃദയപൂർവ്വം ചൊല്ലുമ്പോൾ നാം നമ്മുടെ ധർമ്മഗതിക്ക് മാർഗവും ആക്കവും നൽകുകയാണ്. പ്രതിജ്ഞകൾ ഹൃദയപൂർവ്വം ചൊല്ലുമ്പോൾ നാം നമ്മുടെ ഹൃദയഗതിക്ക് മാർഗവും ആക്കവും നൽകുകയാണ്. പലതരത്തിലുള്ള പ്രതിജ്ഞകൾ നമ്മൾ ചൊല്ലാറുണ്ട്. സ്കൂൾ ക്ലാസ്സുകളിൽ ഭാരതം എന്റെ നാടാണ് തുടങ്ങി ചൊല്ലിത്തുടങ്ങിയ ഒട്ടേറെ പ്രതിജ്ഞകൾ ഈ ഭരണകൂടത്തിന്റെ തലപ്പത്തേക്ക് കയറുന്ന സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചൊല്ലാറുണ്ട്. ഈ ചില ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് കയറുന്നവർ, ഇപ്പൊ പോലീസ് പോലുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ അവരുടെ പഠനത്തിന് ശേഷം പൊതു സർവീസിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രതിജ്ഞ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻസും പല സംവിധാനങ്ങളിലും ഈ പ്രതിജ്ഞ എന്നുള്ള സംവിധാനമുണ്ട്. പ്രതിജ്ഞ ചൊല്ലുമ്പോൾ ഈ ഭരണകർത്താക്കളുടെ പ്രതിജ്ഞയെ കുറിച്ച് നമുക്കറിയാം, അല്ലേ? നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ കാണുന്നതാണ്. അവര് ഏതെങ്കിലും ഒരു പുസ്തകത്തെ ചൊല്ലി തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ചിലർ ഈശ്വരനാമത്തിൽ, ചിലർ മനസാക്ഷിയം നിർത്തി, ചിലർ ഇതൊന്നുമല്ലാതെ പ്രതിജ്ഞ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത്, ആ പ്രതിജ്ഞ പറയുന്നതും ഒരു ചടങ്ങാണ്, അല്ലാതെ അവർക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രതിജ്ഞകളിൽ കുറേയേറെ പേരുടെ പ്രതിജ്ഞകള് വളരെ ആത്മാർത്ഥതയോടുകൂടിയായിരിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചൊല്ലിയത്. ഞാൻ ഒരു സ്കൗട്ടായി മാറിയപ്പോൾ അവിടെ ചൊല്ലിയ പ്രതിജ്ഞകളും ഞാൻ ഹൃദയപൂർവ്വം തന്നെയാണ് ചൊല്ലിയത്. ആ ഹൃദയപൂർവ്വം ചൊല്ലിയ പ്രതിജ്ഞകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സ്കൂളിൽ ചൊല്ലിയത്, അതുപോലെ തന്നെ സ്കൗട്ടിങ്ങിൽ ഞാൻ ചൊല്ലിയ പ്രതിജ്ഞകള് ഇന്നും എന്റെ ജീവിതത്തിൽ മുഴുവൻ സമയവും കൂടെ നിൽക്കുന്നുണ്ട്. ഭാരതം എന്റെ നാടാണെന്നുള്ളത്, ഭാരതം മാത്രമല്ല, ഞാൻ ജീവിക്കുന്ന ഈ ഭൗമ സംവിധാനം തന്നെ എന്റെ നാടാണ് എന്ന രീതിയിൽ ഞാൻ വിപുലപ്പെട്ടാണ് മനസ്സിലാക്കിയത്. അതിന്നും അങ്ങനെ തന്നെ. സർവ്വജീവജാലങ്ങളോട് കരുണ കാണിക്കണമെന്ന് ഉള്ള പ്രതിജ്ഞ സ്കൗട്ടിങ്ങിലൂടെ ഞാൻ പഠിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അപ്പോ നമ്മൾ ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഹൃദയപൂർവ്വം നമ്മളൊരു പ്രതിജ്ഞ ചൊല്ലുന്ന സമയത്ത് അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ അഫർമേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അഫർമേഷൻ, നമ്മൾ ഒരു കാര്യത്തെ, അഫർമേഷന് മലയാളത്തിൽ എന്താ പറയാ? എന്താ? സ്ഥിരീകരണം. അപ്പോ സ്ഥിരീകരണം എന്ന് പറയുന്ന ഈ പദം, നമ്മളൊരു കാര്യത്തെ സ്ഥിരമാക്കുകയാണ് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ സ്ഥിതമാക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. അതിനെ സ്റ്റാറ്റിക് ആക്കുകയാണ്. ഒരു ആശയം പറയുന്നു, ഈ ആശയത്തെ സ്റ്റാറ്റിക് ആക്കുകയാണ്. മനസ്സിന്റെ പ്രത്യേകത എപ്പോഴും അത് ഏത് വഴിക്ക് തിരിയണം, എങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്ന രീതിയിലുള്ള ഒരു വിഭ്രാന്തി അത് എപ്പോഴും ചെലുത്താറുണ്ട്. സോ നമ്മൾ ചില ജീവികൾ, പട്ടികളൊക്കെ തെരുവിൽ കൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടാവും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതിനും വലിയ നിശ്ചയമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് കണ്ടാൽ തോന്നും. അതിനുണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ല. എങ്കിലും നമുക്ക് കാണുമ്പോൾ തോന്നും പട്ടിക്കിട്ട് പണിയില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രയോഗമൊക്കെ പറയുന്നത്, പട്ടി എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം പട്ടിക്ക് പോലും അറിയില്ല എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും പല ജീവജാലങ്ങളും സഞ്ചരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട് അങ്ങനെയാണ് തോന്നുക, അത് എങ്ങോട്ട് ഒരു ലക്ഷ്യമില്ലാതെ പോകുന്നു എന്നുള്ളത്. അതേസമയം കൃത്യമായിട്ട് ഒരു ലക്ഷ്യത്തോടു കൂടി പോകുന്ന മൃഗങ്ങൾ,
ജീവികൾ ഒക്കെ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് വളരെ വേഗത്തിൽ ചെന്നെത്തുന്നത് നമുക്ക് കാണാനാവും. ആ ലക്ഷ്യത്തോട് അവർ എങ്ങനെ മനസ്സ് വെച്ചിരിക്കുന്നുവോ, അവരുടെ ജീവനെ എങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നുവോ, അവരുടെ ജീവ ചൈതന്യത്തെ എങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നുവോ, ആ ചൈതന്യത്തിനനുസരിച്ച് അവരുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും, അവരുടെ യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് എങ്ങോട്ടാണോ പോകേണ്ടത്, ഒരു ജീവി എങ്ങോട്ടേക്കാണോ പോകേണ്ടത്, അതിന്റെ അസൈൻമെന്റിനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. പോകേണ്ടുന്ന ആ ഉത്തരവാദിത്വം, ദൗത്യം എന്നുള്ളതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുക, അല്ലെ? പർപ്പസ് നിർവഹിക്കാനായിട്ട് എന്താണോ ചെയ്യേണ്ടത് അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മത്തിനൊരു ഗതിയുണ്ട്. ഈ വഴിക്കാണ് പോകേണ്ടത് എന്ന രീതിയിൽ ഒരു ഗതിയുണ്ട്. അപ്പോ ആ ഗതി, ഡിറക്ഷൻ എന്ന് പറയുന്നത്, ആ ഡിറക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഫർമേഷനുകൾ, സ്ഥിരീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ധർമ്മം എന്തോ അത് ആ രീതിയിൽ, അതായത് ഞാൻ പോകേണ്ടത് എങ്ങോട്ടേക്കാണെന്നുള്ളത് നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ എന്റെ ആ പോക്കിന് പിന്നാമ്പുറമാകുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുന്നത് എന്റെ ജീവിതഗതിയുടെ ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തെ ഞാൻ ആ വിധത്തിൽ കാണുന്നു, ആ വിധത്തിൽ അറിയുന്നു, ആ വിധത്തിൽ ഉൾക്കൊള്ളുന്നു. അത് എന്റെ വിന്യാസമായിട്ട്, പാറ്റേൺ ആയിട്ട് മാറുന്നു. അതിനനുസരിച്ച് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയാണ് സ്ഥിരീകരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ധർമ്മഗതി എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഡിറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത്. ധർമ്മഗതി എന്ന് പറയുമ്പോൾ ആ ഡിറക്ഷനെ ആവുന്നു, മാർഗമാകുന്നില്ല. മാർഗം ഇപ്പൊ നമ്മൾ വിനയപൂർവം ഞാൻ അത് നടപ്പിലാക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. വിനയപൂർവം എന്നുള്ളത് ഒരു മാർഗമാണ്. അപ്പോ ധർമ്മമാർഗം, ധർമ്മഗതി ദിശ, ധർമ്മമാർഗം എന്ന് പറയുന്നത്. അത് മാത്രം പോരാ, ഈ ധർമ്മം ചെയ്യുവാൻ ഞാൻ എന്റെ സർവശക്തിയും ഉപയോഗിച്ച് അത് ചെയ്യും, അതിലേക്ക് പോകും എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ശക്തി, ശേഷി. എങ്ങനെ വന്നാലും എന്തു വന്നാലും ഞാനത് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു പറച്ചിലുണ്ടല്ലോ, ആ പറച്ചിൽ നമ്മുടെ ധർമ്മത്തിന് ആക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോ ധർമ്മം, നമ്മൾ എന്താണോ ചെയ്യേണ്ടുന്നത് അത് ധർമ്മം. ആ ധർമ്മത്തിലേക്ക് പോകുവാനുള്ള ഗതി, മാർഗം, ആക്കം എന്നിവ ഉണ്ടാവുക എന്നുള്ളത് ഏത് ധർമ്മത്തിന്റെയും പിന്നാമ്പുറത്ത് ആവശ്യമാണ്. ആ ധർമ്മഗതിയും മാർഗവും ആക്കവും നൽകുകയാണ് പ്രതിജ്ഞകൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ പ്രതിജ്ഞ ഹൃദയപൂർവ്വം ചൊല്ലുമ്പോഴും നമ്മുടെ ധർമ്മഗതി, മാർഗം, ആക്കം എന്നിവ നിശ്ചയിക്കപ്പെടുന്നു. അതിന് പാകത്തിലാണ് പ്രതിജ്ഞകൾ ഉണ്ടാക്കുന്നത്. പ്രതിജ്ഞകളുടെ ഘടന എങ്ങനെയാണ്? നമ്മൾ ഈ വിധത്തിലായിരിക്കും പോവുക, ഇതായിരിക്കും അതിന്റെ ശക്തി, ഇതായിരിക്കും അതിന്റെ മാർഗം എന്നുള്ളത് നമ്മൾ ആ പ്രതിജ്ഞയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ആ പ്രതിജ്ഞകൾക്കനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് അത് ഹൃദയപൂർവ്വം ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ജീവിതത്തിന്റെ പാറ്റേൺ ആയിട്ട് മാറും. ചൈതന്യം അതിനെ ഏറ്റെടുക്കും, ജീവൻ അതിനെ ഏറ്റെടുക്കും. ആ ദിശയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പോൾ പ്രതിജ്ഞകൾ എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ്. അഫേം ചെയ്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതേസമയം ഹോൾ ഹേർട്ടഡ് അല്ലാതെ ചൊല്ലുന്ന പ്ലഡ്ജസ്, നമ്മൾ ഹൃദയപൂർവ്വം അല്ലാതെ ചൊല്ലുന്ന ഈ ഒരു പ്രതിജ്ഞകൾ, അപ്പൊ എന്താണ് ചെയ്യുക? അത് നമ്മുടെ ശരീരത്തിനെ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് ചെയ്യുക. അതായത് ഞാൻ വലത്തോട്ട് പോകണമെന്ന് പറയുന്നു, ഇടത്തോട്ടേക്ക് പോകേണ്ടി വരുന്നു. അല്ലെങ്കിൽ വലത്തോട്ട് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇടത്തോട്ടേക്ക് പോകണമെങ്കിൽ പോകാം. അതായത് ഞാനൊരു കാര്യം പറയുന്ന കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശരീരം പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഞാൻ ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ അതൊരു വിന്യാസമായിട്ട് മാറും. അതായത് ഞാൻ എന്തു പറയുന്നതെന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യത്തിലേക്ക് പോകുന്ന ഒരു രീതി എന്റെ ശരീരവും എന്റെ പരിസരവും പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെടുന്ന സമയത്ത് നാം മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ, നമ്മുടെ ശരീരം മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ, ജീവൻ മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അത് അങ്ങനെ തന്നെയാണെന്നുള്ള ഉറപ്പ് ഇല്ലാതെ വരും. അങ്ങനെ ഉറപ്പില്ലാതെ ഒരു സ്ഥലത്ത് ജീവിതം പൂർണ്ണമായ ഒരു ആശയക്കുഴപ്പത്തിന്റെ സഞ്ചയമായി മാറുകയും ഈ സഞ്ചയം മൊത്തത്തിൽ നമ്മെ നയിക്കുന്ന ആ സാന്ദർഭിക വഴികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ധർമ്മം നടപ്പിലാക്കുക എന്നുള്ളതിന് നമുക്ക് കൃത്യമായ വ്യക്തമായ ഒരു ഗതി ഉണ്ടാകണം, മാർഗമുണ്ടാകണം, ആക്കമുണ്ടാകണം. ഇവ മൂന്നും വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ദിശയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിന് സഹായകമാകുന്നതാണ് പ്രതിജ്ഞകൾ എന്ന് പറയുന്നത്. പ്രതിജ്ഞകൾ ഹൃദയപൂർവ്വമാണ് ചൊല്ലേണ്ടത്. അല്ലാതെ ചൊല്ലുന്ന പ്രതിജ്ഞകൾ നിലനിൽക്കില്ല, അവ ശരീരത്തിന് ഗുണപ്പെടില്ല. എന്ന് മാത്രമല്ല, അത്തരം പ്രതിജ്ഞകൾ ആവർത്തിച്ച് ചൊല്ലും തോറും ശരീരം കൂടുതൽ കൺഫ്യൂഷൻസിലേക്ക് പോവുകയും ജീവിതം കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പരിസരവുമായിട്ട് സംവദിക്കുകയും ചെയ്യും. ജീവിതാനുഭവങ്ങളും അതിനനുസരിച്ചായിരിക്കും.
അതുകൊണ്ട് തന്നെ പ്രതിജ്ഞകൾ ചൊല്ലുക, അത് ഹൃദയപൂർവ്വം ചൊല്ലുക. പ്രതിജ്ഞയ്ക്ക് നിങ്ങൾ നിർമ്മിക്കുന്ന പ്രതിജ്ഞയാണെങ്കിൽ അതിന് ധർമ്മത്തെക്കുറിച്ചുള്ള ഗതിയും ധർമ്മത്തിന്റെ മാർഗവും ധർമ്മത്തിന്റെ ആക്കവും ഉൾക്കൊള്ളുന്നതായിരിക്കണം. ആ വിധത്തിലുള്ള പ്രതിജ്ഞകൾ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.